സിവിൽ സർവീസ് പരീക്ഷയുടെ മെയിൻ സ്റ്റേജ് രണ്ടാമതും മൂന്നാമതുമൊക്കെ അറ്റംപ്റ്റ് ചെയ്യുന്ന കുട്ടികൾക്കുള്ള ഒരു ചെറിയ മെസ്സേജാണിത്. കാരണം ഒരുപാട് പേര് മൾട്ടിപ്പിൾ ടൈംസ് മെയിൻസ് എഴുതുന്നുണ്ട്. പക്ഷേ അവരിൽ പല ആളുകൾക്കും മെയിൻസ് കയറുന്നതിൽ ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തവണ മെയിൻസ് എഴുതി കയറിയില്ല, അടുത്ത തവണ മെയിൻസ് എഴുതുമ്പോൾ അത് സ്വാഭാവികമായിട്ട് ഇമ്പ്രൂവ് ആവേണ്ടതാണ്. കാരണം കൂടുതൽ കാലം പഠിക്കുന്നതിൻ്റെ കണ്ടൻറ്റ് കൂടും, അതോടൊപ്പം തന്നെ കൂടുതൽ എഫേർട്ട് കൂടും. നാച്ചുറലി മൾട്ടിപ്പിൾ മെയിൻസ് എഴുതുന്ന ആളുകൾ കയറാൻ ചാൻസ് കൂടുതലാണ്. എന്നാൽ ഒരുപാട് പേർക്ക് മൾട്ടിപ്പിൾ മെയിൻസ് എഴുതിയിട്ടും മെയിൻ സ്റ്റേജ് കടക്കാതെ വരുന്നുണ്ട്. അതിനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളാണ് ഈ വീഡിയോയിൽ ഞാൻ വിശദീകരിക്കുന്നത്. നിങ്ങൾ ഈ തവണ ഒരു റിപ്പീറ്ററാണ് എന്നുണ്ടെങ്കിൽ, ഇത്തവണത്തെ മെയിൻസ് പരീക്ഷയിൽ ഒരു റിപ്പീറ്റർ ആണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന സജഷൻസ് നിങ്ങൾ മനസ്സിൽ വെക്കുന്നത് നന്നായിരിക്കും. അതുമാത്രമല്ല, റിപ്പീറ്റേഴ്സ് മൾട്ടിപ്പിൾ മെയിൻസ് അറ്റംപ്റ്റിൽ നേരിടുന്ന പല പ്രശ്നങ്ങൾക്കും കൃത്യമായ സൊല്യൂഷൻ കൂടെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ് മെയിൻസ് കില്ലർ. അതെങ്ങനെയാണ് റിപ്പീറ്റേഴ്സിനെ ഹെൽപ്പ് ചെയ്യുന്നതെന്നും കൂടെ ഈ വീഡിയോയിൽ ഞാൻ വിശദീകരിക്കാം. ആദ്യമായി മൾട്ടിപ്പിൾ മെയിൻസ് എഴുതുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ടുന്ന അല്ലെങ്കിൽ കടന്നു പോകേണ്ടുന്ന ഒരു പ്രോസസ്സ് ഡയഗ്നോസിസ് ആണ്. നിങ്ങളുടെ മുമ്പത്തെ അറ്റംപ്റ്റിൽ നിങ്ങൾക്കുണ്ടായിരുന്ന പ്രധാനപ്പെട്ട പ്രശ്നം എന്തെന്ന് നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ടോ എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ പ്രോബ്ലത്തിന് കൃത്യമായ പരിഹാരം ഈ അറ്റംപ്റ്റിൽ ഉണ്ടാവണം. പല കുട്ടികളുടെയും ഒരു പ്രധാനപ്പെട്ട പ്രശ്നം അവരുടെ മുമ്പത്തെ അറ്റംപ്റ്റിനെ കുറിച്ചിട്ട് വളരെ വേഗായിട്ടും ജനറലൈസ്ഡ് ആയിട്ടുമുള്ള ഒരു കൺക്ലൂഷനിലേക്ക് അവർ പെട്ടെന്ന് എത്തിച്ചേരുന്നു എന്നുള്ളതാണ്. ചിലപ്പോൾ അവർ കരുതുന്നു ഞാനധികം ഡയഗ്രാം വരയ്ക്കാത്തത് കൊണ്ടായിരിക്കാം കയറാത്തത്. ചിലർ വിചാരിക്കുന്നു ഞാനധികം പോയിൻ്റ് എഴുതാത്തത് കൊണ്ടായിരിക്കും കയറാത്തത്. ചിലർ കരുതുന്നു ഞാൻ കണ്ടൻറ്റ് അധികം പഠിക്കാത്തത് കൊണ്ടായിരിക്കും കയറാത്തത്. ഇതിലൊക്കെ ഒരു പകുതി വരെ സത്യമുണ്ടാവാം. അത് ഇൻഡിവിജ്വലായിട്ട് നിങ്ങൾ ഇവാലുവേറ്റ് ചെയ്യേണ്ടുന്ന കാര്യവുമാണ്. എങ്കിൽ പോലും നിങ്ങളുടെ കഴിഞ്ഞ അറ്റംപ്റ്റിൽ എന്ത് പറ്റി, നിങ്ങൾക്ക് എന്താണ് ആൻസർ റൈറ്റിങ്ങിൽ സംഭവിച്ചിട്ടുള്ള അപാകത എന്ന് ഏറെ കൃത്യമായിട്ട് നിങ്ങൾക്ക് അടയാളപ്പെടുത്താൻ പറ്റുമെങ്കിൽ നിങ്ങൾ പകുതി വിജയിച്ചു എന്ന് പറയാം. കാരണം ആ ഡയഗ്നോസിസിനനുസരിച്ചിട്ടുള്ള ഒരു പ്രശ്ന പരിഹാരം നിങ്ങൾ ഈ അറ്റംപ്റ്റ് കണ്ടെത്തിയാൽ മതി. രണ്ടാമത്തെ കാര്യം, ഒരു തവണയെങ്കിലും മെയിൻസ് എഴുതി അടുത്ത തവണ അറ്റംപ്റ്റ് ചെയ്യുന്ന ആളുകൾ പെട്ടെന്ന് എത്തിച്ചേരാൻ ഇടയുള്ള ഒരു കൺക്ലൂഷൻ, കണ്ടൻറ്റ് കുറവാണ്, ഈ അറ്റംപ്റ്റിൽ കണ്ടൻറ്റ് കൂട്ടാം എന്നുള്ളതാണ്. കണ്ടൻറ്റ് കൂട്ടേണ്ടത് നിർബന്ധവുമാണ്. കാരണം വളരെ കോമ്പറ്റേറ്റീവ് ആയിക്കൊണ്ടിരിക്കുകയാണ് ജനറൽ സ്റ്റഡീസിൻ്റെ മെയിൻസ് എക്സാം. അതുകൊണ്ട് കണ്ടൻറ്റ് കൂട്ടണം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ആർക്കും വേണ്ട. പക്ഷേ ഏത് രീതിയിലുള്ള കണ്ടൻറ്റാണ് കൂട്ടേണ്ടത്? അത് ഡയമെൻഷൻസ് ആണോ കൂട്ടേണ്ടത്, എക്സാമ്പിൾസ് ആണോ കൂട്ടേണ്ടത്, ഇൻട്രഡക്ഷൻ ആണോ എൻറിച്ച് ചെയ്യേണ്ടത്, ഡയഗ്രാംസ് ആണോ എൻറിച്ച് ചെയ്യേണ്ടത്, പെർസ്പെക്റ്റീവ്സ് ആണോ ഞാൻ പുറകിൽ നിൽക്കുന്നത്, ഇങ്ങനെയുള്ള കൃത്യമായ ഒരു ധാരണ നിങ്ങൾക്ക് വേണം. അതോടൊപ്പം തന്നെ ഏത് പർട്ടിക്കുലർ സബ്ജക്റ്റിലാണ് നിങ്ങൾക്ക് കണ്ടൻറ്റ് കൂട്ടേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചും കൃത്യമായ ധാരണ വേണം. അതുകൊണ്ട് തന്നെ കണ്ടൻറ്റ് കൂട്ടണം എന്ന് പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ വായിക്കാനോ ഒരുപാട് നോട്ടുകൾ എഴുതി ഉണ്ടാക്കാനോ അല്ല റിപ്പീറ്റേഴ്സ് ശ്രമിക്കേണ്ടത്. മറിച്ച് ഏത് രീതിയിലുള്ള കണ്ടൻറ്റിലാണ് എനിക്ക് കൂടുതൽ മാർക്ക് കിട്ടുന്നതെന്ന് ചിന്തിച്ച് ആ തരത്തിലുള്ള കണ്ടൻറ്റ് പരമാവധി സംശീകരിക്കുവാനും അപ്ലൈ ചെയ്ത് പരിശീലിക്കുവാനുമാണ് അവർ ശ്രമിക്കേണ്ടത്. പലപ്പോഴും റിപ്പീറ്റേഴ്സ് ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക്, അവർ കണ്ടൻറ്റ് എന്ന് പറയുമ്പോൾ ഒരു ടോപ്പിക് എടുത്തിട്ട് അതിൻ്റെ 6-7 പോയിൻറ്റുകൾ പഠിക്കാൻ വേണ്ടിയിട്ട് പലപ്പോഴും ശ്രമിക്കും. അങ്ങനെ ഒത്തിരി ടോപ്പിക്കുകളും അതിൻ്റെ ഉള്ളിൽ വരുന്ന ഒരുപാട് പോയിൻറ്റുകൾ അവർ പഠിക്കാൻ വേണ്ടി ശ്രമിക്കും. പക്ഷേ ശരിക്കും സിവിൽ സർവീസിൻ്റെ GS മെയിൻസ് പരീക്ഷയ്ക്ക് റിവാർഡിംഗ് ആയിട്ടുള്ള കണ്ടൻറ്റ്, ഒരു പോയിൻ്റ് പഠിച്ചു കഴിഞ്ഞാൽ അത് മൾട്ടിപ്പിൾ ടോപ്പിക്കിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന കണ്ടൻറ്റുകൾ സംശീകരിക്കുക എന്നുള്ളതാണ്. ഈ ഒരു ഓറിയൻറ്റേഷനിലേക്ക് നിങ്ങൾ റിപ്പീറ്റഡ് അറ്റംപ്റ്റിൽ വരണം. അതായത് നിങ്ങൾ പഠിക്കുന്നത് എന്തോ അത് പല സ്ഥലങ്ങളിൽ അപ്ലൈ ചെയ്യുവാനുള്ള ഒരു കഴിവ് നിങ്ങൾ നേടിയെടുക്കുന്നുണ്ടോ? റിപ്പീറ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം, ഈവൻ ഫസ്റ്റ് അറ്റംപ്റ്റേഴ്സിനെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഒക്കെ നിർണായകമായിട്ടുള്ളൊരു കഴിവിതാണ്. മൂന്നാമത്തെ കാര്യം, നിങ്ങളുടെ റിപ്പീറ്റഡ് മെയിൻസ് അറ്റംപ്റ്റ് ഒരു റിഫൈൻമെൻറ്റിനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. നമ്മൾ പൊതുവിൽ സ്ട്രക്ചർ ചെയ്യാനും ഇൻട്രഡക്ഷനും കൺക്ലൂഷനും ഒക്കെ നന്നാക്കാനും ഒക്കെയാണ് പൊതുവിൽ ഒന്നാമത്തെ അറ്റംപ്റ്റിലൊക്കെ ശ്രദ്ധിക്കാറ്. പക്ഷേ രണ്ടാമത്തെ അറ്റംപ്റ്റിലേക്ക് വരുമ്പോൾ നിങ്ങൾക്കതിൻ്റെ ഏറ്റവും മൈന്യൂട്ടായിട്ടുള്ള ആസ്പെക്റ്റിൽ പോലും വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്വാതന്ത്ര്യം അല്ലെങ്കിൽ ഒരു സ്പേസ് നിങ്ങൾക്കുണ്ടാവും. അവിടെ നിങ്ങൾക്ക് ഒരു പക്ഷേ അണ്ടർലൈൻ ചെയ്യുന്ന വേർഡ്സിൻ്റെ കൃത്യത നിങ്ങൾക്ക് കൂട്ടാൻ വേണ്ടി പറ്റും. അലൈൻമെൻറ്റ് ഒന്നും കൂടെ നിങ്ങൾക്ക് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ഇൻട്രഡക്ഷനിലും കൺക്ലൂഷനിലും ഒക്കെ നിങ്ങൾക്ക് കൂടുതലായിട്ട് കൊണ്ടുവരാൻ പറ്റുന്ന ഷാർപ്നെസ്, കൂടുതൽ കേസ് സ്റ്റഡീസ്, ഇങ്ങനെ കണ്ടൻറ്റിലും പ്രസൻറ്റേഷനിലും മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളിൽ വരെ നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ വേണ്ടി പറ്റുന്നുള്ളത് നിങ്ങളുടെ മാത്രം ഒരു അഡ്വാൻറ്റേജാണ്. പക്ഷേ ഈ സൂക്ഷ്മത ഈ മൾട്ടിപ്പിൾ അറ്റംപ്റ്റ് എടുക്കുന്ന ആളുകളിൽ പലപ്പോഴും കാണാറില്ല. ലീഡ് IASൻ്റെ മെയിൻസ് കില്ലർ പ്രോഗ്രാം ഞാൻ ഇതുവരെ വിശദീകരിച്ച എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരമുള്ള ഒരു പ്രോഗ്രാമാണ്. ഒന്നാമതായിട്ട് നമുക്ക് എവിടെയാണ് നമ്മുടെ പ്രോബ്ലം എന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം. ഇവിടെ എക്സ്പേർട്ടായിട്ടുള്ള മെൻറ്റേഴ്സ് ഉണ്ട്, ടോപ്പേഴ്സ് ഉണ്ട്.
ഞാൻ ശരസാറും ഒക്കെ ഉണ്ട് നിങ്ങളുടെ പേപ്പേഴ്സ് നോക്കുവാനായിട്ട്. പക്ഷേ അതിലേറെ ഒരു കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള ഇക്കോ സിസ്റ്റം ലീഡ് IASൻ്റെ മെയിൻ സ്കില്ലറിലുണ്ട്. റിപ്പീറ്റേഴ്സ് അവരുടെ പെർഫോമൻസ് ഏത് നിലവാരത്തിൽ നിൽക്കുന്നു എന്നറിയാൻ വേണ്ടി കൃത്യമായിട്ടുള്ള ഒരു ഗ്രാനുലാർ റാങ്കിങ് സിസ്റ്റം നമുക്ക് ഓരോ ടെസ്റ്റിന് ശേഷവുമുണ്ട്. ഈ റാങ്ക് ലിസ്റ്റിൽ നിങ്ങൾ എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നത്, അതും ഓരോ ചോദ്യത്തിനും നിങ്ങൾ എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നത് കമ്പാരിറ്റീവ്ലി എന്നറിയാനുള്ളൊരു സാഹചര്യം ലീഡ് IASൻ്റെ മെയിൻ സ്കില്ലറിലുണ്ട്. അതുകൊണ്ട് തന്നെ റിപ്പീറ്റേഴ്സിന് കൃത്യമായിട്ടുള്ളൊരു കോമ്പറ്റേറ്റീവ് ഇക്കോ സിസ്റ്റത്തിലൂടെ തങ്ങളുടെ പ്രോബ്ലം സോൾവ് ചെയ്തിട്ടാണോ ഞങ്ങൾ പരിശീലിക്കുന്നത് എന്ന് അറിയാൻ വേണ്ടി പറ്റുന്നു. രണ്ടാമത്തെ കാര്യം ലീഡ് IASൻ്റെ ഓൺ സ്ക്രീൻ കമ്പാരിറ്റീവ് ഇവാലുവേഷനാണ്. ഞാൻ പറഞ്ഞു വളരെ മൈന്യൂട്ടായിട്ടുള്ള കാര്യത്തിൽ വരെ നിങ്ങൾക്ക് ശ്രദ്ധ വെക്കണം എന്നുള്ളത്. നിങ്ങളങ്ങനെ ശ്രദ്ധ വെക്കുന്നുണ്ടോ എന്നറിയാൻ നിങ്ങൾ എഴുതിയിരിക്കുന്ന ആൻസർ സിമിലർ ചോദ്യത്തിന് വേറൊരാൾ എഴുതിയിരിക്കുന്ന ആൻസറുമായിട്ട് കമ്പയർ ചെയ്യുക എന്നുള്ളതാണ്. അതിനുള്ളൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഓൺ സ്ക്രീൻ കമ്പാരിറ്റീവ് ഇവാലുവേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്. 2021 നമ്മൾ ഓൺ സ്ക്രീൻ കമ്പാരിറ്റീവ് ഇവാലുവേഷൻ ഇന്ത്യയിൽ ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. ഒത്തിരി കുട്ടികൾക്ക് കൺവെൻഷണൽ ഫീഡ്ബാക്ക് മെക്കാനിസത്തെക്കാളും യൂസ്ഫുൾ ആണ് എന്ന് പറഞ്ഞ ഒരു സംവിധാനമാണ് ഓൺ സ്ക്രീൻ കമ്പാരിറ്റീവ് ഇവാലുവേഷൻ. ലീഡ് IASലെ മെയിൻ സ്കില്ലർ ടോപ്പേഴ്സ് എല്ലാവരും അറ്റൻഡ് ചെയ്യുന്ന ഒരു ഇവാലുവേഷൻ പ്രോസസ്സ്. അത് നിങ്ങളെ തീർച്ചയായും നിങ്ങളുടെ ആൻസേഴ്സിലെ മൈന്യൂട്ട് ആസ്പെക്റ്റ് ഇംപ്രൂവ് ചെയ്യാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. മൂന്നാമത്തത് നമ്മുടെ ശരത് സാറിൻ്റെ ഡെയിലി ആൻസർ റൈറ്റിംഗ് സെഷൻ തന്നെയാണ്. കാരണം നമ്മൾ പലപ്പോഴും കണ്ടൻറ്റിൻ്റെ പുറകെ പോകുമ്പോൾ ശരത് സാറ് നിങ്ങളെ കൃത്യമായിട്ട് ഓർമ്മിപ്പിക്കും, കണ്ടൻ്റ് അല്ല തിങ്കിങ് ആണ് ഇമ്പോർട്ടൻ്റ്. ഒരുപാട് പഠിക്കുന്നതിലല്ല, പഠിച്ച കാര്യം പലയിടങ്ങളിൽ പ്രാവർത്തികമാക്കുന്നതിലും അപ്ലൈ ചെയ്യുന്നതിലുമാണ് കാര്യമെന്ന്. അത് കൂടെ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്ന ഒരു പ്രോഗ്രാം ആയിരിക്കും ശരത് സാറിൻ്റെ ഡെയിലി ആൻസർ റൈറ്റിംഗ്. ഇത്തരത്തിൽ മൾട്ടിപ്പിൾ മെയിൻസ് എഴുതുന്ന എല്ലാവർക്കും അവരുടെ ആൻസർ റൈറ്റിംഗ് സ്കിൽസും കണ്ടൻറ്റും ഒക്കെ ഒന്നും കൂടെ റീഇൻഫോഴ്സ് ചെയ്യാനും എൻറിച്ച് ചെയ്യാനുള്ളൊരു ഓപ്പർച്യൂണിറ്റിയാണ് മെയിൻ സ്കില്ലർ. നമ്മുടെ കഴിഞ്ഞ മെയിൻ സ്കില്ലറിൽ നിന്ന് പല ആളുകൾ റാങ്ക് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. അവർ 2 തവണയും മെയിൻ സ്കില്ലറിനെയാണ് കംപ്ലീറ്റ്ലി റിലീസ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ ഫെബിനും അതോടൊപ്പം തന്നെ നമ്മുടെ വിഷ്ണുവും ഒക്കെ അതിന് നല്ല ഉദാഹരണങ്ങളുമാണ്. ഇതിലെല്ലാം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം, നിങ്ങളൊരു റിപ്പീറ്റഡ് മെയിൻസ് അറ്റംപ്റ്ററാണ്, ഓൾറെഡി നിങ്ങൾക്ക് കണ്ടൻറ്റൊക്കെ അറിയാമെന്നെല്ലാം ചിന്തിച്ചിട്ട് നിങ്ങൾ ഒരിക്കലും ഒരു ട്രെയിനിങ് റിജൈമിൻ്റെ ഇമ്പോർട്ടൻസ് കുറച്ച് കാണരുത് എന്നുള്ളതാണ്. ഇവിടെ മെയിൻ സ്കില്ലറിൽ പഠിച്ച് റാങ്ക് ഇമ്പ്രൂവ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഒരു തവണ ഇൻ്റർവ്യൂവിന് പോയി വീണ്ടും പരീക്ഷ എഴുതി സർവീസിൽ കയറിയിട്ടുള്ള പലരും ഇവിടുത്തെ ഇക്കോ സിസ്റ്റത്തിൽ കംപ്ലീറ്റ് ആയിട്ട് ഇൻവോൾവ് ചെയ്തിട്ടാണ് അതിൻ്റെ റിസൾട്ട് എടുത്തിട്ടുള്ളത്. അവരൊരു ഫസ്റ്റ് അറ്റംപ്റ്റേഴ്സിനെ പോലെ തന്നെ എല്ലാ പ്രോഗ്രാമിലും വരികയും എല്ലാ ഡെയിലി ആൻസർ റൈറ്റിങ്ങിലും വരികയും അതിൽ നിന്ന് ഇമ്പ്രൂവ്മെൻറ്റ് നേടിയെടുത്ത ആളുകളാണ്. അതുകൊണ്ട് തന്നെ ഒരു റിപ്പീറ്റർ ആവട്ടെ ഫസ്റ്റ് അറ്റംപ്റ്റർ ആവട്ടെ ഒരു ലേണിംഗ് എക്കോ സിസ്റ്റത്തിലൂടെ തന്നെ നിങ്ങൾ ഈ വർഷവും കടന്നു പോകണം. അത് നിങ്ങളുടെ ചാൻസസ് മൾട്ടിപ്ലൈ ചെയ്യും. പലപ്പോഴും ലീഡ് IASലെ സ്റ്റുഡൻസിനോട് എംഫസൈസ് ചെയ്യാറുള്ളൊരു കാര്യമാണ് ട്രെയിനിങ് പ്രോഗ്രാംസ് വളരെ കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യണം എന്നുള്ളത്. അത് ഫസ്റ്റ് അറ്റംപ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം റിപ്പീറ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഒരു ലേണിംഗ് ഇക്കോ സിസ്റ്റം കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ ട്രസ്റ്റ് ചെയ്ത് ഫോളോ ചെയ്യുമ്പോൾ നിങ്ങളുടെ ചാൻസസ് അറ്റ്ലീസ്റ്റ് 3 times കൂടുകയാണ്. നമ്മളിവിടെ പ്രിലിം സ്കില്ലർ ഫോളോ ചെയ്യുമ്പോഴും മെയിൻ സ്കില്ലർ ഫോളോ ചെയ്യുമ്പോഴും അതിൻ്റെ റിസൾട്ട് പിന്നീട് വരുമ്പോൾ അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു ഇൻസൈറ്റ് അതാണ്. കൃത്യമായിട്ടുള്ള ട്രെയിനിങ് നിങ്ങളുടെ ചാൻസസ് ട്രിപ്പിളാക്കി മാറ്റുന്നു. അതുകൊണ്ട് ഈ മെയിൻസിന് ബി വിത്ത് എ വെരി ഗുഡ് ലേണിംഗ് എക്കോ സിസ്റ്റം, ബി വിത്ത് മെയിൻ സ്കില്ലർ, നെവർ സെറ്റിൽ ഫോർ ലെസ്.